ഹലോ എല്ലാവർക്കും പൾപ്പിറ്റിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അത്രമാത്രം പാഷനേറ്റ് ആയിട്ട് കോർ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഡേ 5-ലാണ് നമ്മളിപ്പം സ്റ്റഡി പ്ലാനിൽ നിൽക്കുന്നത്. കോറിനൊക്കെ ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെയും ബിയോൾഫിന്റെ ഒക്കെ ക്ലാസ്സുകൾ കയറി നമുക്ക് അത്യാവശ്യം നല്ല കമന്റ്സും സ്റ്റുഡൻസിന്റെ സ്ട്രെങ്തും ഒക്കെ ആയിട്ട് ഇപ്പൊ ബാച്ച് 4-ന്റെ അഡ്മിഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോറ് പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജനറൽ പേപ്പർ വേണം എന്നുള്ള നിർബന്ധത്തിലുള്ള ടീച്ചേഴ്സ് ഹണ്ടിലാണ് നമ്മൾ ജയകൃഷ്ണൻ സാറിലേക്ക് എത്തുന്നത്. സാറ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ടീച്ചിങ് എക്സാംസ് RRB തുടങ്ങി ഒട്ടനവധി എക്സാംസിന്റെ CNGK ലീഡ് ചെയ്തൊരു അധ്യാപകനാണ്. ഈവൻ കേസിന്റെ പോലും സാറ് ക്ലാസ് എടുത്തിട്ടുണ്ട്. കൊടുത്ത ക്വസ്റ്റ്യൻസ് അതുപോലെ ചോദിക്കുന്ന ഒരു പ്രത്യേകത കൂടി സാറിന്റെ ക്ലാസ്സിനുണ്ട് എന്നുള്ളതാണ് നമ്മളെ അട്രാക്ട് ചെയ്ത ഏറ്റവും വലിയ ഘടകം. സാർ, അപ്പം പൾപ്പിറ്റിന്റെ ഫാമിലിയിലേക്ക് ഒരു വാം വെൽക്കം. ജയകൃഷ്ണൻ സാറിനോട് ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ എക്സാമിന് HSA ഇംഗ്ലീഷിൻ്റെ എക്സാമിന് ഒരുപാട് പഠിച്ചിട്ട് ഒന്നും പാറ്റേണേ അല്ലായിരുന്നു എന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ആ ലാസ്റ്റ് ടൈമൊക്കെ ആയപ്പോൾ കുട്ടികൾ തന്നെ പറയുന്നു, നമ്മൾ തന്നെ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഇനി ജനറൽ പേപ്പർ നോക്കണ്ട, കോറിൽ നിന്ന് മാക്സിമം അങ്ങ് പഠിക്കൂ എന്ന് പറഞ്ഞു. സോ സാർ, എന്താണ് സാർ പാറ്റേണിൽ വന്ന പ്രശ്നം എന്തായിരുന്നു ബേസിക്കലി? അതായത് മിസ്സേ, നമ്മുടെ കഴിഞ്ഞ HSA മുൻകാല ചോദ്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ഡയറക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ 2025 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ധാരാളമായിട്ട് ചോദിച്ചിരിക്കുന്നത്. മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കേണ്ടത്, മെജോറിറ്റി ക്വസ്റ്റ്യൻസും ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ജനറൽ PSCയിലൊക്കെയാണ് അങ്ങനെ ചോദിച്ച് കണ്ടുവരുന്നത്. എന്നാൽ HSA എക്സാമിനും നിലവിൽ സ്റ്റേറ്റ്മെന്റ് മോഡൽ പാറ്റേണുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെ, തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ അതൊരു മെരിറ്റ് കൂടിയാണ്. കാര്യം, നമുക്ക് 3 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നതെന്ന് കരുതുക. അതിൽ 2 സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഓപ്ഷൻ വൈസ് ആൻസർ ചെയ്യാൻ കഴിയും. അതെ, എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഈസി ആയിട്ട് നമുക്ക് ആൻസേഴ്സിലോട്ട് എത്താൻ കഴിയും എന്നതാണ് ഈ സ്റ്റേറ്റ്മെന്റ് മോഡലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കഴിഞ്ഞ ഈ പറയുന്ന HSA എക്സാമിന് ഏകദേശം ഒരു 7ഓളം ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നതാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. HSA ഇംഗ്ലീഷിൽ തന്നെ. അതെ, HSA ഇംഗ്ലീഷ് എക്സാമിന് ചോദിച്ചിട്ടുള്ള 7 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുപോലെ ഈ ഡിലീഷൻസ് വന്ന കൺഫ്യൂസിംഗ് ആയ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ HSA ഇംഗ്ലീഷ് എക്സാമിന് ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് തന്നെ ഡിലീഷൻ തന്നെയായിരുന്നു. അതും ഡിലീഷൻ വന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഔട്ട് ഓഫ് സിലബസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ഉദ്യോഗാർത്ഥി ഒരു എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അവിടെ ഡിലീഷൻ ആണ്, അല്ലെങ്കിൽ അതെ കോൺഫിഡൻസ് പോകുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ് ഔട്ട് ഓഫ് സിലബസിൽ നിന്നുള്ള ഒരു 3 ക്വസ്റ്റ്യൻസ്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ആ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിട്ടുകളയുക എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണ് എന്ന് കരുതുക, അത് നിങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ സിലബസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ സിലബസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾ അത് ആൻസർ ചെയ്യും. അല്ലാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് വിട്ടുകളയും. അതിനിപ്പോ ഏതെങ്കിലും ബുജികൾ എഴുതിയാലും നിങ്ങൾ വിഷമിക്കേണ്ട, അത് ഡിലീഷനിലോട്ട് തന്നെ. അതെ. ഒരുപക്ഷെ ചില ആൾക്കാർ കറക്കി കുത്തി അത് ശരിയാക്കുന്നവരുണ്ടായിരിക്കും. അത് ഓക്കെ, ബാക്കിയുള്ളതും അവർ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. പരമാവധി മറ്റ് GK and CA യിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മിടുക്കെന്ന് പറയുന്നത്. അതെ. അവിടെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്ന് വേണമെങ്കിൽ GK യിലോട്ട് എത്താം. ഓക്കെ. സാർ, അത് ഒരു വളരെ, ഞാൻ പല കോമ്പറ്റേറ്റീവ് എക്സാം, കൂടുതൽ സിവിൽ സർവീസിന്റെ ഒക്കെ എക്സാമിനാണ് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. സാർ കേസിന്റെ ഒരു ബേസ് കൂടെ ഉള്ളതുകൊണ്ട്, സാർ എങ്ങനെയാണ് ഇപ്പം നമുക്ക് GK കംപ്ലീറ്റ് ആയിട്ട് 5 മാർക്കിന് പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കലി പോസിബിൾ ആവുന്ന ഒരു മെത്തേഡ് അല്ല. പിന്നെ CA യിൽ നിന്ന് GK യിലോട്ട് എങ്ങനെ പോകാൻ പറ്റും? അതൊരു സ്ട്രാറ്റജിക്കലി ഉള്ളൊരു മെത്തേഡാണ്. അതായത് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് എടുക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന GK ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുക. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, റീസെന്റ് നമുക്കറിയാം വയലാർ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ സന്തോഷ് കുമാറിനാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന കൃതിക്കാണ് നൽകിയിരിക്കുന്നത്. അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഈ വയലാർ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചിരിക്കുന്ന വ്യക്തി ആര്? അതൊരു GK ക്വസ്റ്റ്യൻ ആണ്. ആദ്യമായിട്ട് നൽകിയിരിക്കുന്ന വർഷം ഏത്? അതൊരു GK ക്വസ്റ്റ്യൻ ആണ്. സോ ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുക. നിങ്ങളുടെ സിലബസിൽ തന്നെ നമുക്കറിയാം, ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് പുസ്തകങ്ങൾ പഠിക്കാനുണ്ട്, ന്യൂ ബുക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓൾഡ് ബുക്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, റീസെൻ്റ്ലി ഏതെങ്കിലും അവാർഡ്സുകൾ, എഴുത്തച്ഛൻ അവാർഡോ അല്ലെങ്കിൽ വയലാർ അവാർഡോ അല്ലെങ്കിൽ വള്ളത്തോൾ അവാർഡോ, ഈ അവാർഡ്സുകൾ ഏതെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യമായിട്ട് ലഭിച്ചത് ആർക്ക്, അത് നൽകിയിരിക്കുന്ന പുസ്തകം ഏത്, ഇങ്ങനെയുള്ള GK അങ്ങനെ പഠിച്ചു പോകുക. സാർ, പിന്നെ ഷുവറായിട്ട് നമുക്ക് CA യിൽ ചോദിക്കാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കറണ്ട് അഫെയറിൽ ചോദിക്കാൻ പറ്റും. പണ്ടാണെങ്കിൽ ഈ പാറ്റേൺ ചേഞ്ചിന് മുൻപ് ആണെങ്കിൽ നമുക്ക് 1857 ആ ഒരു സമരം വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. വേൾഡ് വാർ 1 വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പം എന്തൊക്കെയാണ് സാർ മേജറായിട്ട് നമുക്ക് പഠിക്കാം 100% കണ്ണടച്ച് ഇത് ചോദ്യ പേപ്പറിൽ ഉണ്ടാവും എന്ന് പറയാവുന്ന ക്വസ്റ്റ്യൻസ്? കറണ്ട് അഫയേഴ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് വെക്കുക.
അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ISRO എന്ന് പറയുന്ന ടോപ്പിക്സ്, ISRO എന്ന് പറയുന്ന ടോപ്പിക്സ് നിരന്തരം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അവാർഡ്സ് കൃത്യമായിട്ട് എല്ലാ വർഷവും ഒരു ചോദ്യം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ലിറ്റററി അവാർഡ്സ്, നേരത്തെ പറഞ്ഞ ലിറ്റററി അവാർഡ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ കൺഫേം ആയിട്ട് ചോദിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ലപോലെ പഠിച്ചു വെക്കുക. അതിനുശേഷം ബാക്കിയുള്ള ടോപ്പിക്സിലോട്ട് പോകും. അതെ, സ്മാർട്ടായിട്ട് പഠിക്കുക. PSCക്ക് എന്താണോ വേണ്ടത് അത് ആദ്യം നമ്മൾ പഠിക്കുക. അത് പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് കടന്നു പോകും. അതുപോലെ തന്നെ സ്പോർട്സ് ടീച്ചിങ് എക്സാംസിന്റെ ഒരു അതായത് ഏതൊരു ടീച്ചിങ് എക്സാംസ് എടുത്ത് നോക്കിയാലും സ്പോർട്സിൽ നിന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ സ്പോർട്സിൽ നിന്നുള്ള, അതായത് നമ്മുടെ ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന സ്പോർട്സ് ആയാലും ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന സ്പോർട്സ് ആയാലും ഇന്റർനാഷണൽ ലെവലിലെ സ്പോർട്സ് ആയാലും കൂടി അത് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ICCയുടെ ക്രിക്കറ്റ് 1 ഡേ ആയാലും അതുപോലെ 2020 ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന ടെസ്റ്റ് ആയാലും അതുപോലെ തന്നെ ടെന്നീസ് അതുപോലുള്ള ഇവന്റുകളൊക്കെ കൃത്യമായിട്ട് പഠിച്ച് അതിന്റെ റണ്ണറപ്പ് എന്ന് പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. മനസ്സിലായി സർ. അപ്പൊ ആ രീതിയിലുള്ളൊരു പഠനമാണ് നമ്മൾ നമ്മുടെ ആപ്പിൽ കൂടി കൊടുക്കുന്നത്. അതായത് കോറ് നമ്മൾ സെറ്റ് ചെയ്ത് വിടും. അപ്പം ജനറൽ പേപ്പർ നിങ്ങൾ സെറ്റ് ചെയ്യുമെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ തുടങ്ങിയെടുത്തൊന്നുമല്ല നിൽക്കുന്നത്. കാര്യം തുടങ്ങുമ്പോൾ ഇത് നമ്മൾ കോറിൽ ഭീകരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ജനറൽ പേപ്പർ രഞ്ജിത് സാറിന്റെ ടീമിലേക്കല്ല പോയെ. ഈ ടീമിൽ ഇപ്പൊ ആരൊക്കെ ഉണ്ട് സർ? നമുക്കറിയാം, നമ്മുടെ പൊളിറ്റി പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രിയദർശൻ സാറാണ്. അതുപോലെ തന്നെ GK പഠിപ്പിക്കുന്നത് നമ്മുടെ രഞ്ജിത് സാറാണ്. റിനൈൻസൻസ് ഒക്കെ എടുക്കുന്നത് നമ്മുടെ രഞ്ജിത് സാറാണ്. സോ അപ്പോൾ ഇവിടെ കോറിന് നമുക്കറിയാം വളരെ ഗംഭീരമായിട്ടുള്ള അധ്യാപകരാണ് എടുക്കുന്നത്. മിസ് ലീഡ് ചെയ്യുന്ന ക്ലാസ്സാണ്. അപ്പോൾ അതിനെപ്പോലെ തന്നെ വളരെ ഈ സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ തന്നെയാണ് GK ഭാഗത്തിലും നിലവിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, നിങ്ങൾക്ക് 100% എന്താ പറയുന്നത് നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് 100% ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുള്ള രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഇനി മുന്നോട്ട് പോകുന്നത്. കോറിനൊപ്പം നിലനിൽക്കുന്ന ഒരു ജനറൽ പേപ്പർ. അതെ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുക എന്നതാണ് നമ്മുടെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ GK ഭാഗം നമ്മളൊരു പൂവ് നുള്ളുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യും, കയ്യിലെടുത്ത് തരുന്നതായിരിക്കും. പിന്നെ സാർ അതുപോലെ തന്നെ CA ക്ലബ്ബ് നമ്മുടെ എൻറ്റയർലി പുതിയൊരു സംഭവമാണ്. ആക്ച്വലി നമ്മുടെ ബാച്ചസിന് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ CA ക്ലബ്ബ് അവർക്ക് അപ്പായി തുടങ്ങും. നമ്മുടെ സ്റ്റുഡൻസിനോട് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല, ഏതാണ്ട് 170 അഡ്മിഷൻ കഴിഞ്ഞ് ബാച്ച് 4ന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബാച്ച് 4ന്റെ അഡ്മിഷൻ ആണ് നടക്കുന്നത്. ഒരു 15-ാം തീയതി ഒക്ടോബർ 15-ാം തീയതി തൊട്ട് നമ്മൾ CA ക്ലബ്ബിലോട്ടാണ് പോകുന്നത്. അതിന്റെ CA ക്ലബിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും സർ ആണ് നോക്കുന്നത്. എന്താണ് സർ നമ്മുടെ സ്വപ്നതുല്യമായ CA ക്ലബ്ബ്? ഈ CA ക്ലബിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു കറണ്ട് അഫേഴ്സ് എടുക്കുന്നത് നമ്മൾ പത്രങ്ങളിലൂടെയാണ്. പത്രങ്ങൾ വായിച്ചാണ് കറണ്ട് അഫേഴ്സ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ന്യൂസ് പേപ്പേഴ്സുകളും നമ്മൾ കൃത്യമായിട്ട് വായിച്ച്, ഇൻക്ലൂഡിങ് നാഷണൽ ന്യൂസ് വരെ നമ്മൾ കൃത്യമായിട്ട് നോക്കി അതിനെ ക്യാപ്സ്യൂളായിട്ട് നിങ്ങൾക്ക് കൊണ്ടുതരും. അപ്പോൾ നിങ്ങളൊരു പത്രം വായിക്കുന്നത് അവിടെ 1 മണിക്കൂറാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളൊരു ക്യാപ്സ്യൂളായിട്ട് വെറും ഒരു എന്താ പറയുന്നത് ടെംപ്ലേറ്റ് പോലെ അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദിവസവും നിങ്ങളത് വായിക്കുക, അത് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക, അത് റിവൈസ് ചെയ്യുക, അത്രയും മതി. എല്ലാ ദിവസവും എല്ലാ ദിവസവും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക എന്നതാണ് ഒരു പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അഫേഴ്സിനെ സംബന്ധിച്ചോളം നമ്മൾ ഇന്നലെ പഠിക്കുന്ന കറണ്ട് അഫേഴ്സുകളെല്ലാം നാളെ അത് GK ആണ് എന്നൊരു കാര്യം നിങ്ങൾ മറന്നു പോരുത്. കാരണം കഴിഞ്ഞ HSA ഇംഗ്ലീഷ് എക്സാമിന് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, COVID-19 റിപ്പോർട്ട് ചെയ്തത് എന്നാണെന്ന്. 2021 കറണ്ട് അഫേഴ്സ് ആയിരുന്നു, പക്ഷെ ചോദിച്ചിരിക്കുന്നത് 2025 അപ്പോൾ കഴിഞ്ഞ എന്താ പറയുന്നത് ഇന്നലകളിലെ കറണ്ട് അഫേഴ്സുകളാണ് ഇന്നത്തെ GK എന്ന് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം നാളെ ഒരു എക്സാമിന് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് എവിടെ റിപ്പോർട്ട് ചെയ്തു, എന്ന് റിപ്പോർട്ട് ചെയ്തു, ഇത് എങ്ങനെയാണ് മനുഷ്യരിലോട്ട് വരുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ദിവസവും നമ്മുടെ ആനുകാലികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക എന്നതിലാണ് അതിലൊരു പ്രധാന ഒരു കാര്യമെന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. കാര്യം സാറ് പറഞ്ഞ പോലെ വേണമെങ്കിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത വർഷം ചോദിക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നിയത്, എസ്പെഷ്യലി എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയിട്ട് കുട്ടികളുടെ ആദ്യത്തെ റെസ്പോൺസ് ആയിരുന്നു ഓക്കെ ചോദിച്ചിരിക്കുന്നു. അപ്പം CA എന്ന് പറയുമ്പോൾ സാർ അപ്പോൾ അത് 6 മാസത്തെയാണോ നമ്മൾ പഠിക്കേണ്ടത്? എങ്ങനെയാണ് അതിൻ്റെ അകത്തൊരു കൃത്യമായിട്ടൊരു നമുക്കത്, അതോ നമ്മൾ ചില ഏരിയ സ്പെസിഫിക് ചെയ്ത് അതും പഠിക്കണം പ്ലസ് 1 വർഷത്തെ CA അങ്ങനെയാണോ? അതായത് ജനറലി നമ്മൾ നോക്കുന്ന സമയത്ത് കഴിഞ്ഞു പോയിരിക്കുന്ന ഒരു എക്സാം നടക്കുന്ന ഡേറ്റിന് മുന്നേ ഉള്ള എന്താ പറയുന്നത് കഴിഞ്ഞു പോയിട്ടുള്ള 3 വർഷത്തെ കറണ്ട് അഫേഴ്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. എന്നാൽ PSC ധാരാളം എക്സാംസിന് ചോദിക്കുന്നതാണെങ്കിൽ, അതായത് കഴിഞ്ഞ ഒരു വർഷത്തെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളാണ്
ആനുകാലിക ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആക്കി വെക്കേണ്ടത് 2025 കറണ്ട് അഫേഴ്സ് ആയിരിക്കണം. ഓക്കെ. ബാക്കിയുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. നമ്മുടെ ഈ ഉരുൾപൊട്ടൽ അതെ, ഉരുൾപൊട്ടലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതായത് ഡിസാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ, മരണങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റീസെന്റ് ഒരു ഉരുൾപൊട്ടൽ കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അവിടെ നിന്ന് ചോദിക്കാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. അപ്പൊ നമ്മൾ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് പൾപ്പിറ്റ്. കാര്യം വേണമെങ്കിൽ നമുക്കൊരു 100 മണിക്കൂർ GKNCയെ പഠിപ്പിക്കാം. അതിന്റെ കാര്യമില്ലാതെ ആവശ്യമുള്ളത് കൃത്യമായിട്ട് ഫിൽട്ടർ ചെയ്ത് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡാണ്. ഡെയിലി CA ക്ലബിന്റെ സപ്പോർട്ട് ഉണ്ട്. CA ക്ലബ്ബ് ഒക്ടോബർ 15-ാം തീയതി ആകുമ്പോൾ സാറിന്റെ നേതൃത്വത്തിൽ ഓപ്പൺ ആവും. അന്ന് തൊട്ടുള്ള CA നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് കിട്ടും. കൂടെ നമ്മൾ കോറ് നിങ്ങൾ മറ്റു എങ്ങും പോകണ്ടെന്ന് നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്. ബാച്ച് 4ന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിയദർശൻ സാർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ സാറിന്റെ ഒരു പ്രത്യേകത, സാർ ആവശ്യമുള്ളത് മാത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് പ്രിയദർശൻ സാർ. അതെ, കോമ്പറ്റീറ്റീവ് എക്സാമിനെ സംബന്ധിച്ചോളം നമുക്ക് ആവശ്യമുള്ളത് പഠിച്ചാൽ മതി. പഠിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആവശ്യമുള്ളത് നമ്മളത് എക്സാമിന്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കി, അതിന്റെ സിലബസ് മനസ്സിലാക്കി, അതിന്റെ പൾസ് മനസ്സിലാക്കി പഠിക്കുക എന്നതാണ്. അവിടെയാണ് കുട്ടികൾ മുൻനിരയിലോട്ട് വരുന്നത്. പ്രിയദർശൻ സാറിനോട് ഞാൻ ഒരു ഇൻട്രോ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോഴേ സാറ് കഴിഞ്ഞുപോയ HSST HSI ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡ്വെൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനത്തുള്ള അധ്യാപകർ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ്. സോ നിങ്ങൾക്ക് ജനറൽ പേപ്പറിൽ ഇവരിൽ കോൺഫിഡൻസ് അർപ്പിക്കാം. അതിനോടൊപ്പം തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും ഞാനായിരിക്കും ഇവർക്ക് എടുക്കുന്നത്. സോ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്കും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി പൾപ്പിറ്റിന്റെ കോറിന്റെയും ജനറൽ പേപ്പറിന്റെയും ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്കും ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ സാറിന്റെ ഉൾപ്പെടെയുള്ള കോറിന്റെ ജനറൽ പേപ്പറിന്റെ ക്ലാസ്സസും ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ അവൈലബിൾ ആകും. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾ കൂടെ ഉണ്ട്, നിങ്ങൾ കൂടെ നിൽക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതെ, കോറിനൊപ്പം തന്നെ ഇനി കട്ടക്ക് ജനറൽ പേപ്പർ. താങ്ക് യു.